നിലമ്പൂരിൽ ഹോട്ടലിൽ നിന്നും യുവാവ് വീണ് മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ഹിമവൽ ഭദ്രാനന്ദ. തനിക്കെതിരായ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമെന്നും മരിച്ച യുവാവിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പിന്നിൽ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെന്നും ഭദ്രാനന്ദയുടെ ആരോപണം. ഏതന്വേഷണം നേരിടാൻ തയ്യാറെന്നും അദ്ദേഹം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂർ പാർക്ക് റെസിഡൻസി ഹോട്ടലിൽ നിന്നും അജയ് എന്ന യുവാവ് വീട് മരിച്ചതുമായി ബന്ധപ്പെട്ട അജയുടെ കുടുംബം ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയാണ്. ഭദ്രാനന്ദിന്റെ മുറിയിൽ വെച്ചാണ് അജയ് മരണപ്പെട്ടതെന്നും അതിൽ ചില ദുരൂഹതകളുണ്ട്, ഭദ്രാനന്ദിന്റെ പങ്കുണ്ട് എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ ആരോപണം. എന്തായാലും ഭദ്രാനന്ദ് നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങനെയാണോ? എന്താണ് ഈ കുടുംബത്തിന്റെ ഒരു ആരോപണം? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കുടുംബത്തിന്റെ ആരോപണമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. കുടുംബം പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും, അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവർക്ക് അവരുടെ സംശയങ്ങളാവാം. കാരണം അവരെ കൊണ്ട് ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചതെല്ലാം ഈ ദത്താത്രേയ സായി സ്വരൂപനാഥ് എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ പേരിൽ സ്ത്രീകളെ ശല്യം ചെയ്യുകയും സ്ത്രീകൾക്ക് വേണ്ടാത്ത വീഡിയോകൾ അയച്ചു കൊടുക്കുകയും തല്ല് കിട്ടുകയൊക്കെ ചെയ്തൊരു ഒരു നൊട്ടോറിയസ് ഫ്രോഡുണ്ട്. അയാളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എക്സ്പോസ് ചെയ്തു. അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആ വീട്ടുകാരെ ചെന്ന് കണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും പലതും പറയും. പോലീസ് കൃത്യമായിട്ട് ഒരു പഴുതുപോലും ഇല്ലാതെയാണ് ഈ കേസ് പോലീസ് കൈകാര്യം ചെയ്തത്. ഇപ്പം പോലീസ് ശരിയല്ല, പോലീസ് തെറ്റായ രീതിയിലാണ് അന്വേഷണം നടത്തിയെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെയൊക്കെ ഇതാക്കി ഇയാൾ ഓരോ കഥകൾ അവരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് അവർക്ക് പലരും പറയുന്നത് അവർ കേൾക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ നിൽക്കും. അത് പ്രത്യേകിച്ച് സ്ത്രീകളും കൂടിയാണ്. അവരുടെ അമ്മയുടെ സഹോദരിനെയൊക്കെ ഇദ്ദേഹം മിസ്ലീഡ് ചെയ്യുകയാണ്. അത് നിയമത്തിൻ്റെ വഴിയിൽ അത് പോവും. അത് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് അതിലെനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ, അവർ ഉന്നയിക്കുന്നത്, എനിക്കതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും അത് തന്നെയാണ്, ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ് ഭദ്രാനന്ദ പറഞ്ഞു വയ്ക്കുന്നത്.